അരിപ്പയിൽ സമരം അവസാനിപ്പിക്കാൻ സമരസമിതി സർക്കാരുമായി ധാരണയിൽ എത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭൂമി അളന്നു തിരിക്കുന്നത് ആരംഭിച്ചു. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് ഭൂസർവേ. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, അവിടെ ഏതാണ്ട് 10-12 വർഷമായി നടന്ന സമരം അവസാനിക്കുകയാണ്. ഈ സമരം ചെയ്ത ആദിവാസികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഭൂമി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനാണിത്. ഇത് എങ്ങനെയാണ് ഈ സർവേ സംബന്ധിച്ചിട്ടുള്ള ഇതാണ് ഇപ്പോൾ അവർ കാണുന്നത്. സർവേ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പുല്ലൂർ RDOയുടെ നേതൃത്വത്തിലാണ് ഈ സർവേ നടപടികൾ നടക്കുന്നത്. 6 സംഘങ്ങളായി തിരിഞ്ഞ് 3 ബ്ലോക്കുകളിലായിട്ട് ഈ സർവേ 15 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പോൾ നിലവിൽ സമരം ചെയ്തിരുന്നതിൽ 95% സമരസമിതിയിൽപ്പെട്ട കുടുംബങ്ങളും ഈ സമരത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. അവർക്ക് ഇപ്പോൾ പട്ടികവർഗക്കാർക്ക് 30 സെൻറ്റ് ഭൂമി, അതിൽ 20 സെൻറ്റ് പുരയിടവും 10 സെൻറ്റ് നിലവും, ഇത് കൂടാതെ 70 സെൻറ്റ് അരിപ്പയ്ക്ക് പുറത്ത് അവകാശം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഒരു ധാരണ. 2 പട്ടികജാതി സമൂഹത്തിന് 12 സെൻറ്റ് പുരയിടം നൽകാനാണ് തീരുമാനം. അത് ഈ അരിപ്പയിലെ സമരഭൂമിയിൽ തന്നെയായിരിക്കും. അതേപോലെ തന്നെ മറ്റ് സമുദായങ്ങൾ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത മതസ്ഥരായിട്ടുള്ളവരും ഒക്കെ ഇവിടെ സമരത്തിലുണ്ട്. അവർക്ക് 10 സെൻറ്റ് വീതം നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയ കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സർവേ ഇതിൻ്റെ ഈ പ്ലാൻ നമുക്ക് കാണാം. ഇതിൻ്റെ ഇത് വരച്ചിരിക്കുന്നത് ഈ സ്കെച്ച് അരിപ്പ റൂഫ് സ്കെച്ച് എന്നും പറഞ്ഞിട്ട് ഇതിൽ 3.5 ഏക്കർ, അതായത് വഴിക്ക് മാത്രം 3.5 ഏക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. 3.5 മീറ്റർ വീതിയിലാണ് വഴി ഇതിൽ ഭൂമി തരംതിരിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ ഉണ്ടാവുക. അതുകൊണ്ടൊരു വ്യക്തമായ ഒരു പ്ലാനുണ്ട് ഗവൺമെൻറ്റിന്. ഇതൊരു ഭൂമി തരംതിരിച്ചു കൊടുക്കുമ്പോൾ നാളെ എന്തൊരു അത്യാഹിതമോ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ ഫയർഫോഴ്സിനോ ലോറിക്കോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് ആവശ്യമായ വാഹനങ്ങൾക്കെല്ലാം കടന്നു വരാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറ്റുക. അത് കേരളത്തിൻ്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു പ്ലാൻ ഗവൺമെൻറ്റിന് ഉണ്ട്. ഈ RDOയുടെ പ്രതികരണം സാറേ, നിലവിൽ എങ്ങനെ തീരുമാനം നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭ മന്ത്രിയുടെ അധ്യക്ഷതയിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറയുന്ന പ്ലോട്ടുകൾ സർക്കാർ തീരുമാനിച്ചതനുസരിച്ച് ഓരോ കക്ഷികൾക്കും കൊടുക്കത്തക്ക തരത്തിൽ പ്ലോട്ട് തിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 സ്ഥലത്തുനിന്ന് ഒരേ സമയം നടപടി ആരംഭിക്കുകയാണ്. 6 ടീമുകളായി തിരിഞ്ഞാണ് സർവേ നടപടി. ഇപ്പോൾ നോക്കി നമ്മൾ റോഡിനായിട്ടായാലും മറ്റ് പൊതു ആവശ്യങ്ങൾക്കുമൊക്കെ സ്ഥലം സെപ്പറേറ്റ് നീക്കിയിടേണ്ടതുണ്ട്. അതൊക്കെ നീക്കിയിടുന്ന നടപടികളാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കും? അത് നമുക്ക് സ്ഥലത്തിൻ്റെ ആ ഒരു കിടപ്പനുസരിച്ചും ഇപ്പം കാലാവസ്ഥയ്ക്കും കൂടെ അനുസരിച്ച് പറയാൻ പറ്റും. ഒരു കേരളത്തിൻ്റെ ഡിസൈൻ പോളിസി അനുസരിച്ചാണോ ഇതിൻ്റെ ഇത് റോഡിൻ്റെ വീതി? റോഡ് ഇവരുടെ പ്ലോട്ടിലേക്ക് ഒരു വാഹനം എത്തത്തക്ക തരത്തിലുള്ള വീതിക്ക് ഒരു വഴി എത്തത്തക്ക തരത്തിലുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കേട്ട് കാണുമല്ലോ. ഇപ്പോൾ ഇതിൽ ഇവിടെ ഒരു ഷെഡ് കാണാം നമുക്ക്. ഈ 12 വർഷം കൊണ്ട് ചേട്ടാ, നിങ്ങളാണോ ഇവിടെ താമസിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഷെഡിൽ താമസിക്കുന്നത്. 12 വർഷമായി 13 വർഷമായിട്ട് ഇവിടെ ഈ കുടിൽ കെട്ടിയുള്ള സമരം അവർ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഈ വലത് സൈഡിൽ ഈ ആളുകൾ ഇറങ്ങി നടക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് ഒന്നാന്തരം കൃഷിഭൂമിയായിരുന്നു. പണ്ട് ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ്. നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ വന്ന് ഈ നെൽകൃഷി ഈ വിത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഒക്കെ നമ്മളന്ന് ഷൂട്ട് ചെയ്തതാണ്. അത് നമ്മളന്ന് വാർത്തയും നൽകിയിരുന്നു. ഈ മണ്ണിനോട് പടപൊരുതി ജീവിക്കുന്ന മനുഷ്യരാണിവർ. അതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് സർക്കാർ ഇപ്പോൾ വിട്ടുകൊടുക്കുന്നതും. അവർക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ അവരെവിടെയാണോ ഇത്രയും ഒരു പതിറ്റാണ്ടിലേറെയായി സമരം ചെയ്യുന്നത് അതേ ഭൂമിയിൽ തന്നെ അവർക്ക് വീണ്ടും ജീവിക്കാനുള്ള ഒരു അവകാശമാണ് നൽകുന്നത്. ഏതാണ്ട് 130ഓളം ആളുകൾ 170ഓളം ആളുകളാണ് ഈ കാലയളവിനുള്ളിൽ ഇവിടെ വെച്ച് മരിച്ചു പോയിട്ടുള്ളത്. അതേപോലെ തന്നെ 10-70ഓളം കുട്ടികൾ ഇവിടെ ഈ സ്ഥലത്ത് ഈ അരിപ്പ ഈ മണ്ണിൽ ഈ സമരത്തിന് ഇവിടെ ജനിച്ചിട്ടുണ്ട്. അങ്ങനെ ുമെല്ലാം നിരവധി കണ്ട ഒരു സമൂഹം കൂടിയാണിത്. ഇപ്പോൾ ആ സർവേയാണ് ആരംഭിക്കുന്നത്. ഇവർക്കൊക്കെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു അവരുടെ ഈ സമരത്തിന് ന്യായമായ ഒരു തീരുമാനം ഗവൺമെൻറ്
തീരുമാനത്തിന് ഇപ്പോൾ ഫലപ്രാപ്തിയായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒരു ചർച്ച, ആ ചർച്ചയിലാണ് ഇതെല്ലാം ഈ ഉപാധികൾ മുന്നോട്ട് വെച്ചതും അവർ ഈ സമരസമിതി അംഗീകരിക്കുകയും ചെയ്തത്. ഷമി. രാജ്കുമാറാണ് അരിപ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.